GST ബാക്കി സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഈ GST എൻറ്റയർ സീരീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാഡമിയാണ്. അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ രംഗത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അൺഅക്കാഡമി ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബാച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്, അക്കൗണ്ടൻസി, ബിസിനസ് മാത്ത്, സ്റ്റാറ്റ്, അതുപോലെ നമ്മുടെ ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു 3 പേപ്പറിനായിരിക്കും ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് ഉണ്ടാവുക. ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് കൂടി കിട്ടും. അതായത് പ്രോപ്പർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ് കിട്ടും, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസ് കാര്യങ്ങൾ കാണും. അതുപോലെ നമുക്ക് പോൾ ഉണ്ട്. ലൈവ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോളിലൂടെ നമ്മുടെ റിയാക്ഷൻസ് രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് നിങ്ങൾ ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഈ അൺഅക്കാഡമി ഫൗണ്ടേഷൻ, നമ്മുടെ ഈ CMA ഫൗണ്ടേഷന്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് പേയ്മെന്റും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. 3 രീതിയിൽ നിങ്ങൾക്ക് ഒരു ബാച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. 6 മാസം, 12 മാസം, അതുപോലെ 24 മാസം, ഇങ്ങനെ 3 പ്ലാനാണ് ഉള്ളത്. ഈ 3 പ്ലാനിന്റെയും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മൾ അൺഅക്കാഡമിയിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. നമ്മുടെ CMA റിലേറ്റഡ് മാത്രമല്ല, ബാങ്ക് കോച്ചിങ്, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, നമ്മുടെ സ്കൂളില്, അതുപോലെ സ്കൂളിലെ സയൻസ്, കൊമേഴ്സ് സ്ട്രീം, അതുപോലുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരുപാട് ക്ലാസ്സസും ഒരുപാട് കോഴ്സസും അൺഅക്കാഡമിയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിന്റെ വകയായിട്ട് സാഗർ 45 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺഅക്കാഡമിയിൽ നിങ്ങൾ ഏത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിലും ഏത് കോഴ്സ് ഹയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. സാഗർ 45. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു വൈസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡീസിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അൺഅക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ക്ലാസ്സസ് നിങ്ങൾ ഹയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ GST വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോമ്പോസിഷൻ സ്കീം അല്ലെ, നമ്മൾ ക്ലാസ് തുടങ്ങുക. കോമ്പോസിഷൻ സ്കീമിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ പല വെറൈറ്റി കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതുപോലെ സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനും പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഗുഡ്സും സർവീസും കൊടുക്കുന്ന ആൾക്കാർക്കോ അവർക്ക് പറ്റും. പക്ഷെ അവരുടെ നിങ്ങൾ നേരത്തെ എക്സാമ്പിൾ ചോദിച്ചില്ലേ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2021 ആണ്. അല്ലല്ല, 21-22 ആണ് അല്ലെ. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 21-22 ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് തൊട്ട് മുന്നുള്ള ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ പഠിച്ച എന്താണ്? ഓക്കെ, പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ തൊട്ട് മുന്നുള്ള ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2021, 2021 ആണ്. ഓക്കെ, നമ്മൾ 2021 എടുത്തു. ആ 2021 സർവീസിന്റെ മാത്രം, നമ്മുടെ ഈ സർവീസിന്റെ മാത്രം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോസ് എന്താ പറയാ, ഒരു 20 ലക്ഷം. സർവീസിന്റെ മാത്രം 20 ലക്ഷം. ഓക്കെ, ഗുഡ്സും കൂടെ ആകുമ്പോൾ ഗുഡ്സിന് ഒരു 60 ലക്ഷം. ഗുഡ്സിന് ഇവിടെ ഒരു 60 ലക്ഷം. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരാം? രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 80 ലക്ഷം വരും. സംശയമില്ലല്ലോ. ഒന്നും കൂടെ പറയാം. നമ്മൾ കറണ്ട് ഇയർ നോക്കുക. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ 21-22 ആണ്. അപ്പൊ നമ്മൾ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ നോക്കുക. ഏതാണ്? 20-21 നോക്കി. ശരി, 20-21 ഡേറ്റാസ് നമ്മൾ എടുത്തപ്പോൾ സർവീസിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം. കാണുന്നില്ലേ, ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്. സർവീസിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം, ഗുഡ്സിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 60 ലക്ഷം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ കിട്ടി 80 ലക്ഷം. ഓക്കെ, 80 ലക്ഷം കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ 2 കാര്യങ്ങൾ, ഇവിടെ കിടക്കുന്ന 2 ഐറ്റംസ്, ഈ 2 ഐറ്റംസ് ഏതെങ്കിലും ഒരെണ്ണം കമ്പയർ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% എടുക്കുക. ഇവിടെ ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ പറഞ്ഞാൽ 80 ലക്ഷമാണ്. 80 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 8 ലക്ഷം. ശരി, അതുപോലെ 5 ലക്ഷം. 8 എടുത്തു, 5 ലക്ഷം എടുത്തു. ഇതിൽ വിച്ചെവർ ഈസ് ഹയർ, ഇതിൽ ഹയർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് 5 ലക്ഷം സെലക്ട് ചെയ്യാം. ഓക്കെ, 5 ലക്ഷം സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്താണ്? ഈ 5 ലക്ഷവും സർവീസിന്റെ പാർട്ടുമായിട്ട് നോക്കുക. 5 ലക്ഷം എന്ന് പറയുന്നതും സർവീസിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 20 ലക്ഷമാണ് സർവീസിന്റെ ടേൺ ഓവർ അല്ലെ. സോറി 5 ലക്ഷം അല്ല, 8 ലക്ഷം. ഹയർ ആണ്, ഹയർ. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ആദ്യമേ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 10% എടുക്കുക, 5 lakhs എടുക്കുക. 10% എന്ന് പറഞ്ഞാൽ 8 lakhും 5 lakhും. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഹയർ ഏതാണ്? ഹയർ എന്ന് പറഞ്ഞാൽ 8 lakh ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 8 lakhുമായിട്ടാണ് സർവീസിന്റെ പാർട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സർവീസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം അല്ലേ. 20 ലക്ഷമാണ് 8 ലക്ഷം വരെ നമുക്ക് ആവാൻ പറ്റും. അപ്പൊ ഏതാണ്? ഈ 20 ലക്ഷത്തിനെക്കാളും 8 ലക്ഷത്തിനെക്കാളും കൂടുതലാണ് 20 ലക്ഷം. അതുകൊണ്ട് അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഒന്ന് റിപ്ലൈ തന്നെ. അതായത് നമ്മൾ നോക്കേണ്ടത് 10% എടുക്കുക, അതുപോലെ നമ്മൾ 5 ലക്ഷം. ഇതിൽ വിച്ചെവർ ഈസ് ഹയർ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 10% 80 ലക്ഷവും അതുപോലെ ഹയർ ആയിട്ടുള്ള എമൗണ്ട് പിന്നെ 5 ലക്ഷവും. അപ്പൊ 8ഉം 5ഉം കൂടെ നോക്കുമ്പോൾ ഹയർ ആയിട്ടുള്ള എമൗണ്ട് 8 ലക്ഷമാണ്. അപ്പൊ നമ്മുടെ സർവീസിന്റെ പാർട്ടിൽ 8 ലക്ഷം വരെ വരാവൂ. പക്ഷെ ഇവിടെ 20 ലക്ഷം വന്നു അല്ലെ. അതുകൊണ്ട് അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഗുഡ്സിനോടൊപ്പം ചെറിയ കുറച്ച് സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ വെറും 10% വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമല്ലേ? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്മോളർ ടാക്സ് റേറ്റിൽ കോമ്പോസിഷൻ സ്കീം, സ്മോളർ ടാക്സ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റുകൾ ഇല്ലാതാകും. ആ ബെനിഫിറ്റുകൾ എന്താണെന്ന് അറിയാമോ? അവർക്ക് ITC ഒന്നും അവൈൽ ചെയ്യാൻ പറ്റില്ല. നോ ITC ക്യാൻ ബി അവൈൽഡ്. കണ്ടോ? പുതിയ വാക്കാണല്ലോ ITC. ആദ്യമായിട്ട് GST പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ITC ആദ്യമായിട്ട് കേൾക്കുക. പക്ഷെ നിങ്ങൾ ആരും ആദ്യമായിട്ട് പഠിക്കുന്നവരല്ല അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ITC എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു എന്താണ് ITC. നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറെ ഗുഡ്സോ മെഷീനറീസോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ GST കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ട ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും ആദ്യമേ കൊടുത്ത GST എമൗണ്ട് നമുക്ക് കുറച്ച് കളയാം. അതിനെ നമ്മൾ ITC എന്ന് വിളിക്കും അല്ലെ? പക്ഷേ നമ്മൾ ഒരു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആളാണെങ്കിൽ അയാൾക്ക് എന്തില്ല, ITC ഓപ്റ്റ് ചെയ്യാനേ പറ്റൂല. അയാൾക്ക് ITC ഇല്ല. ഇൻപുട്ട് ഗുഡ്സിന് ടാക്സ് പേ ചെയ്തെങ്കിൽ ഓക്കെ, ടാക്സ് പേ ചെയ്തു, നിങ്ങൾക്ക് വേറെ ITCയും കാര്യങ്ങളും ഒന്നുമില്ല. മനസ്സിലായോ? അത് മാത്രമല്ല, നമ്മുടെ GST എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസിഡന്റൽ ടാക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഒരു പേര് പറയും, ഞാനത് എന്താ പറയുന്നത് വെച്ചാൽ മറന്നുപോയി. ഓക്കെ, ഒന്നുമില്ല, സാധനം വാങ്ങിക്കുന്ന ആളാണ് ടാക്സ് നമ്മളെ സാധനം വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഒരു കടയിൽ ചെന്ന് ഒരു ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ ആ ബിരിയാണിക്ക് കൊടുക്കുന്ന ബില്ലിൽ നമ്മളാണ് ടാക്സ് കൊടുക്കുന്നത്. പേ ചെയ്യുന്നത് നമ്മളല്ല, നമ്മൾ ആ സപ്ലയറിനെ കൊടുക്കുന്നു, സപ്ലയർ ആണ് ഗവൺമെന്റിന് പേ ചെയ്യുന്നത് അല്ലെ? അപ്പൊ സപ്ലയർക്ക് വലിയ നഷ്ടമൊന്നുമില്ല, കസ്റ്റമറിന്റെ നിന്നാണ് നഷ്ടം വരുന്നത്. അതെ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്, ഇപ്പൊ ഓർമ്മ വന്നു. അതെ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് നമ്മുടെ GST എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്ന പരിപാടി നടക്കൂല. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു ഹോട്ടല് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കടക്കാരുടെ സാധനം വാങ്ങിക്കാൻ വരുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് GST മേടിക്കാതിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതൊക്കെ കടലിൽ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടോ ആ കടകളിൽ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് GST വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന്, അതായത് റിസീവേഴ്സിന്റെ കയ്യിൽ നിന്ന്, നമ്മളെ പോലുള്ള സാധാ പോലുള്ള കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാനുള്ള അധികാരവും ഇല്ല, അവർക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാനും പറ്റില്ല. മനസ്സിലായോ? ഇനി താഴത്തെ ഒരു പോയിന്റ് പറയാണ്, അതായത് ഒരാള് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലോ എവിടെയെങ്കിലും ഒരിടത്ത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകൾക്കും കവർ ആവും. ഓക്കെ അല്ലേ? എനിക്ക് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട് ബിസിനസ്. കേരളത്തിൽ ഞാൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ഓട്ടോമാറ്റിക്കായിട്ട് കോമ്പോസിഷൻ സ്കീമിൽ ഞാൻ തനിയെ ഓപ്റ്റ് ആയിക്കോളും. മനസ്സിലായോ? അതാണ് ഇവിടെ അടുത്ത പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമല്ലേ? കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുഡ്സിന്റെ കാര്യം പറഞ്ഞു, മാനുഫാക്ചറേഴ്സിന്റെ കാര്യം പറഞ്ഞു, കേറ്ററിംഗ് റെസ്റ്റോറന്റ് സർവീസിന്റെ കാര്യം പറഞ്ഞു, ട്രേഡേഴ്സിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഗുഡ്സും സർവീസും കൊടുക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാരല്ലേ? ആരാണ് സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർ? നമ്മളെ പോലുള്ള പ്രൊഫഷണൽസ് അല്ലെ? ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി, ഡോക്ടേഴ്സ്, ഇവർക്ക് പ്യുവർ സർവീസ് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർ ഇന്ത്യൻ പൗരന്മാരല്ലേ? നമുക്ക് ചെറിയ റേറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ലേ? അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പുതിയ സംഭവമാണിത്, നോട്ടിഫിക്കേഷൻ 2/2019. നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്പർ ഒന്നും പഠിക്കുന്നില്ല, അമെന്റ്മെന്റ് ആണെന്നൊന്നും പഠിക്കുന്നില്ല, നമ്മൾ സാധാ പോലെ ഒരു പുതിയ ഐറ്റം പഠിക്കുന്നത് പോലെ പഠിക്കുന്നു. ഓക്കെ, അമെന്റ്മെന്റ് ആണെന്ന് സ്ട്രെസ് കൊടുത്ത് പറഞ്ഞ് കൊളവാക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകണം ഓപ്ഷണൽ സ്കീം ടു പേ ടാക്സ് അറ്റ് കൺസെഷണൽ റേറ്റ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡേഴ്സിന് കൺസെഷണൽ റേറ്റിൽ ടാക്സ് പേ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷണൽ സ്കീമിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കോമ്പോസിഷൻ സ്കീം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഒരു സ്മോൾ ടാക്സ് റേറ്റിൽ നമുക്ക് ടാക്സ് പേ ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അതുകൊണ്ടാണ് നേരത്തെ കോമ്പോസിഷൻ സ്കീം സർവീസ് പ്രൊവൈഡേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് കൺസെഷണൽ റേറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള മറ്റൊരു സ്കീമുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അത് കൊണ്ടുവന്നത് 2/2019 എന്ന് പറയുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ 2019 പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടാണ്. അതിൽ പറയുന്നത് എന്താണ്? അതിന്റെ എലിജിബിലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിംഗ് എക്സംപ്റ്റഡ് സപ്ലൈസ് മാറ്റി വെച്ചിട്ടുള്ള ടേൺ ഓവർ, അതായത് ടാക്സബിൾ സപ്ലൈസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ, എക്സംപ്റ്റഡ് സപ്ലൈസ് ഒന്നും കൂട്ടാണ്ട് ബാക്കിയുള്ള സപ്ലൈസുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത്, ഇൻ പ്രിസീഡിംഗ് ഇയർ അപ് ടു 50 lakhs. ഒന്നും കൂടെ പറയാം, ഒരു രജിസ്റ്റേർഡ് പേഴ്സന്റെ ടേൺ ഓവർ, അതിനകത്ത് നമ്മൾ നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈസ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേൺ ഓവറും കൂട്ടുന്നത് 50 ലക്ഷം വരെ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന സ്മോൾ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6%, ഇവിടെ ബോക്സിലേക്ക് എഴുതിയിട്ടേക്കുന്നില്ല, നീലേക്ക് അടിച്ച് ഈ 6% ടാക്സ് പേ ചെയ്യാനുള്ള ഒരു സ്കീം നമ്മൾ കൊടുക്കും. മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. മനസ്സിലായോ? വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മുടെ ടേൺ ഓവർ എന്തായിരിക്കണം? നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈസ് എല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള ടേൺ ഓവർ 50 ലക്ഷം വരെ ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യാം.
50 ലക്ഷം വരെ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സംപ്റ്റഡ് സപ്ലൈസ് മീൻസ് നമ്മൾ ഇന്ന് പഠിക്കും. എക്സംപ്റ്റ് ചെയ്യുന്ന സപ്ലൈസ് എന്താണെന്നും എക്സംപ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അവർക്ക് എത്ര അവരുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 336%. 3% CGST, 3% STST, 6%. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ, അതാണ് ഇവിടെ കണ്ടീഷൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ ഡെഫിനറ്റ് ആയിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇത്, അല്ലാണ്ട് എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒന്നും അല്ലേ. ഇത് അയാൾ ഉറപ്പായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ നോക്കി, അയാളുടെ പെർമനന്റ് റെസിഡൻസിൽ അയാളുടെ ബോർഡ് കാണൂലേ, എഴുതി വെക്കും അല്ലെ, BBS ആൻഡ് അസോസിയേറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ വലിയ വർമ്മ ആൻഡ് വർമ്മ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നില്ലേ. അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് അതിനോടൊപ്പം കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് കൂടി എഴുതി വെക്കണം. അയാളുടെ സൈൻ ബോർഡോ നോട്ടീസ് ബോർഡോ ലെറ്റർ ഹെഡോ അയാളുടെ പെർമനന്റ് വർക്കിംഗ് പ്ലേസിലോ എവിടെയാണെങ്കിലും കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യണം. അത് മാത്രം പോരാ, അയാളുടെ എല്ലാ ബില്ലിലും എഴുതി വെച്ചേക്കണം, ഞാൻ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ്. സപ്ലൈസ് നടത്തുമ്പോൾ എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് എല്ലാ ബില്ലിലും എഴുതി വെക്കണം. ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ. ഇത് രണ്ടെണ്ണമാണ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ നോക്കി, ഇഫ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ലയബിൾ ടു പേ റിവേഴ്സ് ചാർജ് മെക്കാനിസം then the tax under reverse charge mechanism shall be paid at normal rate. ഇത് പറയേണ്ട കാര്യം പോലും ഇല്ല. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും, അത് നമുക്ക് പഠിക്കാം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് ഒരു ബിരിയാണി വാങ്ങി എന്ന് പറഞ്ഞില്ലേ നേരത്തെ. ബിരിയാണി വാങ്ങിയപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ആ ബിരിയാണിയുടെ പൈസ സപ്ലൈസിന് കൊടുക്കുന്നത്, അതിനോടൊപ്പം GST കൊടുക്കും. ആ സപ്ലയർ കൊണ്ടുവന്ന് ഗവൺമെന്റിന് പേ ചെയ്യും. അതാണ് നോർമൽ സ്കീം. അതിന് നമ്മൾ ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് വിളിക്കും. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ബിരിയാണിയുടെ പൈസ നമ്മൾ കടയിൽ കൊടുക്കും, ബിരിയാണിയുടെ ടാക്സിന്റെ പൈസ നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഗവൺമെന്റിൽ നേരിട്ട് അടക്കണം. അതിനാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഒരു യഥാർത്ഥത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഫോറിനിൽ നിന്ന്, അതായത് പുറത്തുനിന്ന് എവിടെയെങ്കിലും നമ്മൾ ഒരു പുതിയൊരു സർവീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഫോറിനിൽ നിന്ന് പറഞ്ഞു വീട് വെക്കാനായിട്ട് ഒരു എന്താണ് ഒരു എഞ്ചിനീയറെ കൊണ്ട് ഒരു പ്ലാൻ വരപ്പിച്ചു. അപ്പൊ അയാൾക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഈവൻ അത് ഫോർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിലോ അല്ലെങ്കിലോ ഒക്കെ നമ്മൾ ടാക്സ് പേ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കി, അയാളൊരു ഫോറിൻ ടാക്സബിൾ പേഴ്സൺ ആണ്, നമ്മുടെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ അയാൾക്ക് എത്ര രൂപ അയാൾ പറഞ്ഞു 10 ലക്ഷം രൂപയാണ് ഞാൻ ചാർജ് ചെയ്തത്. 10 ലക്ഷം രൂപയും പിന്നെ GST അയാളുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അയാളുടെ കയ്യിൽ കൊടുത്ത അയാൾ അതും കൊണ്ടെങ്കിൽ അയാളുടെ നാട്ടിൽ പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ പൈസ അയാൾക്ക് കൊടുക്കണം, GST എമൗണ്ട് നമ്മൾ ഗവൺമെന്റിൽ ഇറക്കണം. അതിനാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഈ കോമ്പോസിഷൻ റേറ്റ്, അതായത് നമ്മുടെ കൺസെഷൻ റേറ്റ് ഒന്നും എടുക്കൂല, അവിടെ നോർമൽ റേറ്റ് ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ, സിമ്പിൾ കാര്യമല്ലേ. ഇതിന് കുറച്ച് കാര്യം കൂടെ കഴിഞ്ഞാൽ ഈ പരിപാടി തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സംഷൻസ് പഠിക്കാം. അടിപൊളിയായ എക്സംഷൻസ്. ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടത്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ ഏത് ഫോം ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ കാര്യങ്ങളൂടെ പഠിക്കാം. സിമ്പിൾ ആണ്, കുറച്ച് ഫോമിന്റെ പേര് മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് പഠിച്ചു വെക്കുക. ഈ ഫോം നന്നായിട്ട് പഠിക്കണം, ഇതിൽ ഓരോ പേരുകളും പഠിക്കണം. ചിലപ്പോൾ ഞാൻ നാളത്തെ ക്ലാസ്സിൽ റിവിഷൻ ചെയ്യുമ്പോൾ ഓരോരുത്തരും ചോദിക്കും ഈ ഫോമിന്റെ പേര് ഏതൊക്കെയാണ്, അപ്പൊ അതെല്ലാവരും പഠിച്ചു വെച്ചേക്കണം. നമുക്ക് നോക്കാം. ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ ആണ്, ഞാൻ പുതിയതായിട്ട് രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഒരു ഫോം തരും. അത് ഫോം ആരും നമ്മുടെ കയ്യിൽ കൊണ്ട് തരൂല. നമ്മൾ GST പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ അടിക്കുമ്പോൾ ഒരു ഫോം നമ്മുടെ മുന്നിൽ തനിയെ തെളിഞ്ഞു വരും. എന്തുപോലെ, നമ്മളിപ്പോ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ആ ഫോം തെളിഞ്ഞു വരും. ആ ഫോമിന്റെ B പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കും, നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ഇല്ലേന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോ നമ്മൾ സാധാ ഒരു രജിസ്ട്രേഷൻ എടുക്കുന്ന ഫോം ഏതാ? ഫോമിന്റെ പേരാണ് GST REG 01. GST REG 1. അങ്ങനെയാണെങ്കിൽ ആ GST REG 1 എന്ന് പറയുന്ന ഫോമിന്റെ തന്നെ B പാർട്ടിൽ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. അവിടെ ടിക്കറ്റ് കൊടുക്കാം. അവിടെ എന്ത് ചെയ്ത് കൊടുക്കാം? ടിക്കറ്റ് കൊടുക്കാം. മനസ്സിലായോ? സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ശരി, അപ്പൊ ഇനി ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലോ? ശരി, ഓൾറെഡി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ നോക്കും നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ്. എന്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ, കഴിഞ്ഞ വർഷം ഞാൻ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1.5 crores താഴെയാണ്. എനിക്ക് എന്നാ ശരി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ, എന്ത് ചെയ്യാം, CMP 02 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്തോ. CMP 02 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് എഫക്റ്റീവ് ആവുന്നത് എന്താണ്? എഫക്റ്റീവ് ആവുന്നത് ആ വരുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ് തൊട്ടായിരിക്കും. ആ വരുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യത്തെ ദിവസം മുതൽ അയാൾക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് രജിസ്ട്രേഷന്റെ കാര്യമാണ് പഠിച്ചത് അല്ലെ, ഫ്രഷ് രജിസ്ട്രേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേർഡ് പേഴ്സണിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന് നമ്മൾ പഠിച്ചു. ശരി, ഇനി മൂന്നാമത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചാൽ പഠിക്കാൻ പോകണം.
നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ആളാണ് രാഹുൽ. ഇവിടെ രാഹുല, അതേ സെയിം എക്സാമ്പിൾ തന്നെ. രാഹുൽ 2018-19 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നോർമൽ സ്കീമിലായിരുന്നു. അയാളുടെ ആ വർഷത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വെറും 90 ലക്ഷമാണ്. ശരി, അപ്പൊ നമ്മൾ നോക്കും, അത് കൊള്ളാല്ലേ, 90 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന വർഷം ഞാൻ നോക്കേണ്ടത് എന്താ? ഈ 2018-19 ടേൺ ഓവർ നോക്കുമ്പോൾ അത് 1.5 ക്രോസിന് താഴെയാ എത്രയേ ഉള്ളൂ, 90 ലാക്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തൂടെ? ചെയ്യാം. അതാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ? കോമ്പോസിഷൻ സ്കീം ഉറപ്പായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും? അയാൾ ഓപ്റ്റ് ചെയ്യുന്നത് ഇതാ നോക്കി. നമ്മള് ഞാൻ പറഞ്ഞില്ലേ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ITC എടുക്കാൻ പറ്റൂല. പക്ഷെ രാഹുൽ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ആദ്യമേ, അല്ലെ? 2018-19 വർഷത്തിൽ അയാൾ നോർമൽ ടാക്സ് പെയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ഓൾറെഡി ITC എടുത്ത് കാണും, കുറെയൊക്കെ എടുത്ത് കാണും. പക്ഷേ ഇപ്പൊ കോമ്പോസിഷൻ സ്കീമിലേക്ക് വന്നപ്പോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC എടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത് കൊള്ളാല്ലേ, ആദ്യത്തെ വർഷം തന്നെ എടുക്കാൻ പറ്റുന്ന മാക്സിമം ITC എടുത്തിട്ട് രണ്ടാമത്തെ വർഷം മുതൽ കോമ്പോസിഷൻ സ്കീമിലോട്ട് മാറിയാൽ പോരെ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് അത് പറ്റൂല, നിങ്ങൾ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ITC റിവേഴ്സ് ചെയ്യണം. അതായത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ITC തിരിച്ച് പേ ചെയ്യണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എടുക്കാൻ ആ സ്കീമൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അയാൾ എടുത്തിട്ടുള്ള ITC, പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ITC എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്തിരിക്കണം. പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ITC റിവേഴ്സ് ചെയ്തിരിക്കണം. അതിനുള്ള ഫോമാണ് ITC 03. 60 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യും, ആ ഒരു ITC റിവേഴ്സ് ചെയ്യും വേണം. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഇനി എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രപ്പോർഷൻ എന്നും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അസറ്റ് 5 വർഷത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 5 വർഷത്തേക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ ഓരോ വർഷവുമാണ് നമ്മൾ 1 ലക്ഷം രൂപയാണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ ഓരോ വർഷത്തേക്കും 1 ലക്ഷം രൂപയുടെ 5 ഡിവിഷൻ. ഓക്കെ, 20,000 വെച്ച് ഓരോ വർഷവും. അപ്പൊ നമ്മൾ ഏത് വർഷമാണോ ഇങ്ങോട്ട് മാറുന്നത് ആ പ്രപ്പോർഷനേറ്റ് ആയിട്ട് 2 വർഷം യൂസ് ചെയ്തു നോർമൽ സ്കീമിൽ, ബാക്കി 3 വർഷം യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ ആ 3 വർഷത്തെ ടാക്സ് നമ്മൾ എടുത്ത് ITC റിവേഴ്സ് ചെയ്യണം. അത് കോംപ്ലിക്കേറ്റഡ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മളിപ്പോ ഫോമിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എത്ര ഫോം പഠിച്ചു? ആദ്യമേ GST REG 1 പഠിച്ചു, അത് കഴിഞ്ഞ് CMP 2 പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ITC 03 പഠിച്ചു. ITC 03 നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ കോമ്പോസിഷൻ സ്കീമിലോട്ട് മാറുമ്പോൾ ഒരു ഫോം ഫയൽ ചെയ്യണ്ടേ? ആ ഫോം ഫയൽ ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഉള്ളൂ നമുക്ക് കോമ്പോസിഷൻ സ്കീമിലോട്ട് മാറാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ നോർമൽ സ്കീമിൽ നിന്ന് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് രാഹുൽ ഫയൽ ചെയ്യേണ്ട ഫോം നമ്പർ ഏതാണ്? പെട്ടെന്ന് പറഞ്ഞു. ഇത് തൊട്ട് മുന്നേ നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ITC 03 CMP 2. ITC 03 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തേക്കുന്ന ITC റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് ഓൾറെഡി രജിസ്റ്റേർഡ് പേഴ്സണിന് എന്താവണം? രാഹുൽ ഓൾറെഡി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അവൻ നോർമൽ സ്കീമിൽ ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കുക. അവന് കോമ്പോസിഷൻ സ്കീമിലോട്ട് മാറണമെങ്കിൽ അവൻ ആദ്യം ഫയൽ ചെയ്യേണ്ടത് CMP 02 ആണ്. അങ്ങനെ CMP 02 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 60 ദിവസം നമ്മൾ ITC 03 ഫയൽ ചെയ്യും, ITC റിവേഴ്സ് ചെയ്യാൻ വേണം. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോണ അടുത്ത സാധനം, നമുക്ക് ഈ രാഹുൽ നോർമലി നിന്ന് കോമ്പോസിഷനിലേക്ക് മാറി. ഇനി കോമ്പോസിഷൻ സ്കീം ആയിരുന്ന ഒരാൾക്ക് നോർമലിലോട്ട് മാറാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CMP 04 ഫയൽ ചെയ്യണം. CMP 04 ഫയൽ ചെയ്യണം എന്ന് വെച്ചാല് കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് നോർമൽ സ്കീമിലോട്ട് മാറാൻ. അത് എത്ര നാൾക്കുള്ളിൽ? നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ CMP 04 ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചെന്താ? പ്രിസീഡിംഗ് ഇയറിലെ ടേൺ ഓവറിന്റെ കാര്യമല്ലേ? അപ്പൊ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിൽ നമ്മൾ ടേൺ ഓവർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോർമൽ സ്കീമിലോട്ട് വരാൻ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നോർമൽ സ്കീമിലോട്ട് മാറിക്കോണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ITC എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ നോർമൽ സ്കീമിലല്ലേ, അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാനുള്ള ഫോമാണ് ITC 04. അതായത് നേരത്തെ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ്. രാഹുൽ നോർമലിൽ നിന്ന് കോമ്പോസിഷനിലേക്ക് മാറി. ഇനി കോമ്പോസിഷനിൽ നിന്ന് നോർമലിലോട്ട് മാറി കഴിഞ്ഞാലോ? ഓക്കെ, കോമ്പോസിഷനിൽ നിന്ന് നോർമലിലോട്ട് മാറണമെങ്കിൽ നമ്മൾ CMP 04 ഫയൽ ചെയ്യണം. എത്ര നാൾക്കുള്ളിൽ? ഈ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് 7 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ITC എടുക്കാൻ പറ്റും. അത് നമ്മൾ CMP 04 ITC 04 ഫയൽ ചെയ്യണം വിത്തിൻ 7 ഡേയ്സ്. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? ഇനി നമ്മൾ ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് തീർക്കാൻ പോവാണ്. തീർക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് തീർക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ ഈ കൺസെഷണൽ റേറ്റിൽ ടാക്സ് പേ ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ടൊബാക്കോ, പാൻ മസാല, ഐസ്ക്രീം, ഇവർക്ക് 3 പേർക്കും പറ്റൂല. ഫസ്റ്റ് പഠിച്ചല്ലേ? ഓക്കെ, അടുത്തത് ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ നടത്തുന്ന ആൾക്കാർക്ക് പറ്റൂല.
ഓക്കെ. അടുത്തത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, അതുപോലെ നോൺ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ് നടത്തുന്ന ആൾക്കാർക്ക്, അതുപോലെ നമ്മളെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനൊക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പഠിക്കും, എക്സംഷൻസിനകത്തൊക്കെ പഠിക്കും. അതായത് നമ്മുടെ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള നമുക്ക് ഓൺലൈൻ ആയിട്ട് സർവീസ് തരുന്ന ആൾക്കാർക്ക് ഇവർക്കൊന്നും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കാം. ഞാൻ ടെക്സ്റ്റിന്റെ പല ഭാഗത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഇനി ബ്ലൂവിൽ കിടക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, ഉറപ്പായിട്ടും പഠിക്കണം. അതെന്താന്ന് നോക്കി, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് പേ ചെയ്യേണ്ടത് ഓരോ ക്വാർട്ടറിലുമാണ്. അതായത് ഓരോ വർഷത്തിന്റെ ഓരോ ക്വാർട്ടർ, അതായത് ഏപ്രിൽ നമ്മുടെ ഒരു ഇയർ തുടങ്ങും, ഏപ്രിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസവും കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിന്റെ ആദ്യം, ഏപ്രിലും കഴിഞ്ഞ് മെയ്യും കഴിഞ്ഞ് ജൂണും കഴിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ജൂലൈ 18-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജൂലൈ 18-നുള്ളിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആനുവലി ആണ്, എല്ലാ വർഷവും ആനുവലി വിത്തിൻ 30 days. അതായത് നമ്മുടെ ഏപ്രിലിൽ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഏപ്രിൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നിട്ട് ഓരോ ക്വാർട്ടറിലും നമുക്ക് ഉണ്ടാകുന്ന ടാക്സുകൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് 18 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യാൻ വേണം. ഓക്കെ അല്ലേ? ഇതിനുള്ളിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. ടാക്സ് പേ ചെയ്യുന്നതും റിട്ടേൺ ഫയൽ ചെയ്യുന്നതും, അതായത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് സെൽഫ് അസസ് ചെയ്യും. ഈ ക്വാർട്ടറിൽ എനിക്ക് ഇത്ര രൂപയായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരിക. നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ ടാക്സ് അങ്ങ് പേ ചെയ്യും. ഓരോ ക്വാർട്ടറിലും നമ്മൾ ടാക്സ് അങ്ങ് പേ ചെയ്യും. എന്നിട്ട് അവസാനം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. ഒരു വർഷത്തെ മൊത്തം കണക്ക് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇൻവേർഡും ഔട്ട്വേർഡ് സപ്ലൈസും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ, കുറെ എക്സംഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അടച്ച ടാക്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതലാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ റീഫണ്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ടാക്സ് അടക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്ന ലോജിക്ക്. മനസ്സിലായോ? കോമ്പോസിഷൻ സ്കീം നന്നായിട്ട് മനസ്സിലായോ? എല്ലാരും ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഈ ചാപ്റ്ററിന്റെ ഈ രണ്ടാമത്തെ സ്റ്റഡി നോട്ടിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംഷൻസ്. എല്ലാവർക്കും ബോറടിക്കുന്ന, എല്ലാവരും ഒത്തിരി പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കുളമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് എക്സംഷൻസ്. ആ എക്സംഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പഠിച്ചോ എക്സംഷൻസ്. ഇതാ ഈ PDF ഈ സൈഡിലോട്ട് നോക്കും. ഞാൻ ഈ PDF വായിച്ച് പറഞ്ഞിട്ട് സമയം കുളമാക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓരോ കാര്യങ്ങളും പറയാം, നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഈ PDF ജസ്റ്റ് സമ്മറി മാത്രമാണ്, ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന PDF ആണ്. ഇത് മാത്രം വെച്ചിട്ട് പഠിച്ചിട്ട് പോകുകയൊന്നും ചെയ്യരുത്, പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഇത് വെറും സമ്മറി മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എക്സംഷൻസ്. എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചില്ലേ നേരത്തെ? എക്സംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ തരത്തിലുള്ള സപ്ലൈസ് ഓഫ് ഗുഡ്സും എല്ലാ തരത്തിലുള്ള സപ്ലൈസ് ഓഫ് സർവീസും നടത്തിയാലും ടാക്സ് പേ ചെയ്യണം. എന്ത് ടാക്സ്? GST പേ ചെയ്യണം. അത് GSTയുടെ പെർസ്പെക്റ്റീവിൽ വരുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ കുറച്ച് സാധനങ്ങളുണ്ട് അവിടെയൊന്നും നമ്മൾ GST പേ ചെയ്യണ്ട. കുറച്ച് സാധനങ്ങളുണ്ട് അവിടെയൊന്നും നമ്മൾ GST പേ ചെയ്യണ്ട. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ജനറൽ എക്സംഷൻസ്, ഒന്ന് സ്പെഷ്യൽ എക്സംഷൻസ്. ജനറൽ എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കും. അതായത് നമ്മുടെ ഈ എക്സംഷൻസ് മൊത്തം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് എക്സംപ്റ്റഡ് സർവീസ് ആണോ, എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് സർവീസ് ആണോ, ഗുഡ്സ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തരുന്ന സർവീസുകളും ഗുഡ്സും, അതായത് നമുക്ക് കിട്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ എസെൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അതുപോലെ നമുക്ക് എയർ, ട്രാൻസ്പോർട്ടേഷൻ, ജീവിക്കാനുള്ള അവകാശം, ഇങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും അത്യാവശ്യപരമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളില്ലേ, ആ അത്യാവശ്യപരമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും എങ്കിൽ അവിടെ ഒന്നും നമ്മൾ ടാക്സ് പേ ചെയ്യണ്ട. അല്ല, നമ്മുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും? ഇല്ല, നമ്മൾ മരിച്ചു പോകില്ല. പക്ഷേ ആഹാരം, അതായത് നോർമലി നമ്മൾ കഴിക്കേണ്ട അരിയും ചോറും അങ്ങനെയുള്ള സാധനങ്ങൾ, അത് എസെൻഷ്യൽ ആണ് അല്ലെ? അതുപോലെ നമുക്ക് ഇവിടുന്ന് എറണാകുളം വരെ പോകണം. എറണാകുളം വരെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബസ്സിൽ പോവാം, നോർമൽ KSRTC. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള സർവീസ് ആണ്. വേണമെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിലും പോവാം. അത് അത്യാവശ്യമാണോ? അത് അത്യാവശ്യമൊന്നുമല്ല, നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓട്ടോ പിടിച്ചു പോവാം, എസെൻഷ്യൽ ആണ്.
എനിക്ക് വേണമെങ്കിൽ ഒരു ടാക്സി വിളിച്ചും പോവാം, അത് AC ഒക്കെ ഇട്ടിട്ട് ടാക്സി ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പോവാം. അത് എസെൻഷ്യൽ അല്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ടാക്സ് അടയ്ക്കണം. അല്ലാണ്ട് നമ്മുടെ എസെൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സംഷൻസ് പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇത് എസെൻഷ്യൽ ആണോ അതോ അല്ല നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് നമ്മൾ ചുമ്മാ മേടിക്കുന്നതാണോ. മനസ്സിലായോ? ആ ഒരു ലോജിക്ക് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ആദ്യമേ കിടക്കുന്നത് ഗുഡ്സിന്റെ കാര്യമാണ്. അതായത് നമ്മുടെ എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഗുഡ്സിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് ലെതർ, ഫിഷ്, മിൽക്ക്, പ്ലാസ്റ്റിക് ബാംഗിൾസ്, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഗുഡ്സ് ആണ്. ഇതിനെല്ലാം എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. എക്സംപ്റ്റഡ് ഗുഡ്സ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം കുറേ ഗുഡ്സിന്റെ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗുഡ്സിന്റെ പേരുകളെല്ലാം കാണാതെ പഠിച്ചിട്ട് പോയി എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന CMA അല്ലേ, നമ്മൾ മെമ്മറൈസ് ചെയ്ത് പഠിക്കാനുള്ളതല്ല, നമ്മൾ ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഗുഡ്സിന്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. കുറെ ഗ്രെയിൻസ്, മിൽക്ക് പ്രൊഡക്ട്സ്, കേർഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി എക്സംപ്റ്റഡ് ആണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്, നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോണത് എക്സംഷൻസ് ഓൺ സർവീസസ്. അതിലെ ഒത്തിരി സർവീസുകൾ, ഗുഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് വലുതായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് കുറെ സർവീസുകളാണ്. ആ സർവീസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോണ സാധനമാണ് എന്തെന്നറിയാമോ? ഹെൽത്ത് കെയർ സർവീസസ്. എന്താണ്? ഹെൽത്ത് കെയർ സർവീസ് ആണ് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് കെയർ സർവീസുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, സിദ്ധ, യുനാനി, അക്യുപഞ്ചർ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ വേറെ കുറെ സ്വാമിമാരുണ്ട്. അവരെന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പൊടി കലക്കി തരും. പൊടിയൊക്കെ എടുത്തിട്ട് പറയും ഇത് പാലി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. അത് ഹെൽത്ത് കെയർ സർവീസ് അല്ല. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സമൂഹം മുഴുവൻ അംഗീകരിച്ച എന്താണ് മെഡിക്കൽ വിങ്ങുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അലോപ്പതി, യോഗ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പനി വന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഇഞ്ചുറീസ് സംഭവിച്ചു, എനിക്ക് ജന്മന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എനിക്ക് കുറെ നമ്മുടെ കഞ്ചാവൊക്കെ അടിച്ച് വട്ടായിപ്പോയി, എന്റെ അബ്നോർമാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസി, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സർവീസുകൾ ഈ പറയുന്ന അലോപ്പതി, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇവിടെ കിടക്കുന്ന കണ്ടോ, ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഈ കിടക്കുന്ന ഐറ്റംസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാണ്, എന്റെ തലയിൽ മുടിയില്ല, മുടിയെല്ലാം ഈ ചൂടൊക്കെ കാരണം വെള്ളം മാറി കുളിച്ചതൊക്കെ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ കൊണ്ട് കൊഴിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു? ഗൾഫ് ഗേറ്റിൽ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അത് അത്യാവശ്യമാണോ? അത് അത്യാവശ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് അല്ല. അതുപോലെ നമ്മുടെ മൈക്കിൾ ജാക്സൺ ആദ്യമേ കണ്ടിട്ടുണ്ടോ? മൈക്കിൾ ജാക്സൺ നല്ല കറുത്ത നിറമായിരുന്നു. കാശൊക്കെ വന്ന് അടിപൊളിയായപ്പോ കറുത്ത ആൾക്കാരെല്ലാം ആരും വില വെക്കുന്നില്ലെന്ന് പറഞ്ഞ് മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്തു? പ്ലാസ്റ്റിക് സർജറി ചെയ്തു, വെളുത്ത കളറാവാൻ വേണ്ടിയിട്ട്. അത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണോ? അത് എസെൻഷ്യൽ അല്ല. അവിടെ നമ്മൾ എക്സംഷൻ കൊടുക്കൂല. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൈക്കിൽ പൊക്കോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. എന്റെ ഒരു ഫ്രണ്ടിനെ സംഭവിച്ചിട്ടുണ്ട്. അവന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം, ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ക്ലച്ചും ആക്സിലേറ്ററും ഗിയറും ഒക്കെ ചെറുതായിട്ട് പറഞ്ഞു കൊടുത്ത് അവനെ പഠിപ്പിച്ചു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ വീട്ടിൽ നിന്ന് കൂട്ടുകാരന്റെ വീട് വരെ ബൈക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് ഒരു അംബാസിഡർ വന്നപ്പോൾ സിനിമ സ്റ്റൈലില് ഇടിക്കുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടിയത് അംബാസിഡറിന്റെ മുകളിൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ചെന്ന് ഇടിച്ച് മുഖമൊക്കെ പോയി, മൊത്തം സീനായി. അവന്റെ മുഖം ഒരു ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലായി പോയി. അപ്പോ അവന് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് സർജറി ചെയ്തേ പറ്റൂ. അവന്റെ മുഖം ഭയങ്കര വികൃതമായിരുന്നു. അത് അവന്റെ ജീവിതത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അതുപോലെ ക്യാൻസർ സംഭവിച്ചു, മുടി കൊഴിഞ്ഞു പോയി, അവിടെ ഹെയർ ട്രീറ്റ്മെന്റ് നടത്തി, എസെൻഷ്യൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സെപ്ഷൻ കൊടുക്കും. അപ്പൊ മനസ്സിലായി? ഇതാണ് നമ്മൾ ഇവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ട്രിക്ക്. ഹലോ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സിമ്പിൾ കാര്യമല്ലേ? അതായത് എസെൻഷ്യൽ ആണെങ്കിൽ നമ്മൾ പറ്റും, എസെൻഷ്യൽ അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഞാൻ ഈ നമ്മുടെ കഴ്സർ പോണ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ഇൽനെസ് മാറാൻ വേണ്ടിയിട്ട്, ഇഞ്ചുറീസ് മാറാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അബ്നോർമാലിറ്റീസ്, പ്രഗ്നൻസി, ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസ് മെഡിക്കൽ ബോഡിയിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ എക്സെപ്റ്റഡ് ആണ്.
അല്ലെങ്കിൽ എക്സെപ്റ്റഡ് അല്ല. മനസ്സിലായോ? അയാൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം, റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. പക്ഷെ നമ്മുടെ ഷാൾ നോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യം നോക്കി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, കോസ്മെറ്റിക്സ്, പ്ലാസ്റ്റിക് സർജറി ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ഇല്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം എക്സെപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പുറത്തെ സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി, ഹെൽത്ത് കെയർ സർവീസസ് കണ്ടോ, ഒരു ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം തരുന്നത്. പാരാമെഡിക്സ്, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്നായിരിക്കണം. ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ കുറെ കള്ളസ്വാമിമാരുണ്ട്. ഇപ്പൊ തന്നെ കൊറോണയ്ക്കെതിരെ ഗോമൂത്രം കുടിക്കുകയോ എന്തൊക്കെയോ പറയുന്നേട്ടല്ലേ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ മാറും എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടെല്ലാം സെറ്റ് ആയിട്ട് ഇരുന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അതുപോലെ കണ്ടിട്ടില്ലേ, അതിനകത്ത് എന്താണ്, രുദ്രാക്ഷത്തിന്റെ മാല പാലിൽ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാല് താടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മജൻ കളിയാക്കുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്നോ അതിനകത്ത് എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. അടുത്ത, സ്റ്റെം സെൽസ് പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അതായത് കോഡ് ബ്ലഡ് ബാങ്ക്സ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പൊക്കിൾ കൊടിയില്ലേ, ആ പൊക്കിൾ കൊടി എടുത്തു വെച്ചിട്ട് ആ പൊക്കിൾ കൊടിയിലെ DNA വികസിപ്പിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ ആ കുഞ്ഞിന് എന്ത് രോഗം വന്നാലും അതിന്റെ ജീൻ യൂസ് ചെയ്തിട്ട് ആ കൊച്ചിനെ പഴയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. അപ്പൊ അത് നമ്മൾ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സ്റ്റെം സെൽസിന്റെ ആ ഒരു കോഡ് ബ്ലഡ് ബാങ്ക്സുകൾ അവർ തരുന്ന സർവീസുകളും എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് തരത്തിലുള്ള വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകളെല്ലാം നശിപ്പിച്ച് കളയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ, നമ്മുടെ ഈ ക്ലിനിക്കൽ വേസ്റ്റുകളെല്ലാം നശിപ്പിച്ച് കളയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ തരുന്ന സർവീസുകളും നമ്മൾ GST എക്സെപ്റ്റ് ആണ്. കാരണം അത് GSTയുടെ പെർസ്പെക്റ്റീവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാൻ ആൾ കാണില്ല. ആ ജോലി ചെയ്യാൻ ആളില്ലെങ്കിൽ അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ, വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, സിംഗം 3 അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലേ, സൂര്യയുടെ നമ്മുടെ നാട്ടിലേക്ക് ഓസ്ട്രേലിയയിൽ നിന്നങ്ങാണ്ട് മെഡിക്കൽ വേസ്റ്റുകളെല്ലാം ഇറക്കുന്നു, സൂര്യ വന്നെല്ലാം സെറ്റാക്കി തരുന്നു. ആ സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ആനിമൽസ്, ബേർഡ്സിനൊക്കെ നമ്മളെ ക്ലിനിക്കൽ സർവീസുകൾ, അതായത് ഹെൽത്ത് കെയർ സർവീസ്. നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനും ഉണ്ട് ഈ രോഗങ്ങൾ വന്നോടെ, അപ്പൊ അവരുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് എസെൻഷ്യൽ കാര്യമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യമല്ലേ? അപ്പൊ ഇത്രയൊക്കെ മതി. പിന്നെ റീഹാബിലിറ്റേഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളം അടിച്ചു ഫുൾ ടൈം ആൽക്കഹോളിക് ആണ്, അയാൾ എന്ത് ചെയ്തു, നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള സർവീസുകൾ നമ്മൾ ഇതിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അതാണ് നമ്മുടെ മെഡിക്കൽ സർവീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, സിമ്പിൾ കാര്യമല്ലേ? ക്ലിയർ ആയെന്ന് പറ, നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. പെട്ടെന്ന് പറ, റിപ്ലൈ താ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ പറയാൻ പോണത് ചാരിറ്റബിൾ സൊസൈറ്റീസ് അല്ലെങ്കിൽ റിലീജിയസ് സെക്ടറിലുള്ള, അതായത് ചാരിറ്റബിൾ സൊസൈറ്റീസും റിലീജിയസ് സെക്ടറിലുള്ള സർവീസുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോണത്. അതായത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് GSTയിൽ വിളിക്കണമെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ 12A രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇൻകം ടാക്സ് ആക്ട് ഓർമ്മയില്ലേ? ഇൻകം ടാക്സ് ആക്ട് 1962 ഇതാണ്ട് കണ്ടില്ലേ, എന്റെ കഴ്സർ പോകുന്ന അവിടെ നോക്കിയാൽ മതി. ഇൻകം ടാക്സ് ആക്ട് 1962 12A രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നാണ്ട് നോക്കി കണ്ട, ഇൻകം ടാക്സ് ആക്ടിന്റെ 12A രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേമിനെ മാത്രമേ, ഒരു സ്ഥാപനത്തിനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കും, ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ ചാരിറ്റബിൾ സൊസൈറ്റി എന്തെങ്കിലും ഒരു സർവീസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സെപ്റ്റഡ് ആണ്. കാരണം പാവപ്പെട്ടവര് ജീവിക്കാൻ വകയില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് അത് എസെൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ GSTയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറ്റി. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമില്ലേ? അടുത്ത, റിലീജിയസ് ആക്ടിവിറ്റി. അപ്പൊ വേണമെങ്കിൽ പലർക്കും ചോദിക്കാം, ഇത് എസെൻഷ്യൽ അല്ലല്ലോ, പിന്നെ ഇതിനകത്ത് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഡെമോക്രസി ആണെങ്കിൽ പോലും, കമ്മ്യൂണിസം ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും തൊട്ടാ പൊള്ളുന്ന ഒരു ടോപ്പിക്കാണ് റിലീജിയൻ അല്ലെ? ഒരു ജാതിയിലുള്ള ഒരാൾ മറ്റൊരു ജാതിയിലുള്ള ഒരാളുടെ പേരിനെ പറ്റി സംസാരിച്ചാൽ പോലും ഭയങ്കര വിപ്ലവം നടക്കുന്ന, ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കിടിലൻ ഡെമോക്രസിയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തൊട്ടാ പൊള്ളുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് എസെൻഷ്യൽ ആയതുകൊണ്ടും ഇങ്ങനെ ഒരു കുറെ സർവീസുകളും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റഡ് ആക്കിയിട്ടുണ്ട്. ആ സർവീസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് കണ്ടക്ട് ഓഫ് റിലീജിയസ് സെറിമണീസ്, അതല്ലേ, അതായത് പല മതത്തിൽപ്പെട്ട ആൾക്കാർക്കും പലതരത്തിലുള്ള സെറിമണീസ് ഉണ്ട്. നമ്മുടെ ഇപ്പൊ നോയമ്പ്, അതുപോലെ ഹിന്ദുക്കളുടെ മതത്തിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്, ക്രിസ്ത്യൻസിന് ഒരുപാട് ആചാരങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ? നമ്മൾ ഒരു മതത്തിൽപ്പെട്ടവരാണെന്ന് കരുതി മറ്റൊരു മതത്തിനെ തള്ളി പറയാൻ പാടില്ല. നമ്മൾ ഡെമോക്രസിയാണ്, അതുപോലെ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ സെറിമണീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സെറിമണിയെ ഒരു സർവീസ് ആയിട്ട് കൂട്ടുകയൊന്നും വേണ്ട. അതിനകത്തൊന്നും നമ്മൾ GST കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആൾക്കാർക്ക് വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുകയാണ്. നമ്മൾ ഇന്ത്യ നടത്താൻ പോകും, തൃശ്ശൂർ പൂരം നടത്താൻ പോകും. തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ അവിടെ ഒരുപാട് കച്ചവടക്കാർ വരും അല്ലെ? ഒത്തിരി കച്ചവടക്കാർ വരും. ബലൂൺ വിൽക്കുന്ന ആൾക്കാർ വരും, ചായക്കട ഇടുന്ന ആൾക്കാർ വരും,
പലതരത്തിലുള്ള പലഹാരങ്ങൾ വിൽക്കുന്ന ആൾക്കാർ വരും, പെൺപിള്ളേരുടെ കുറെ ഓർണമെന്റ്സും കാര്യങ്ങളും വിൽക്കുന്ന ആൾക്കാരൊക്കെ വരും അല്ലെ. അവരെല്ലാവരുടെയും നിന്നും ഒരു വാടക മേടിക്കും, തറവാടക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മേടിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അമ്പലങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കും അല്ലെ, ഹോളുകളൊക്കെ റെന്റിന് കൊടുക്കും അല്ലെ. ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അമ്പലത്തിന്റെ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു മുറി കടയുണ്ട്, ആ കട മാസം തോറും വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം. അപ്പൊ അതും എല്ലാം റിലീജിയന്റെ അടിയിൽ വരുന്ന. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇപ്പുറത്ത് കിടക്കുന്ന ആ ഒരു ബോക്സിൽ കിടക്കുന്ന, ഈ ഒരു ബോക്സിൽ കിടക്കുന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാം. ഈ ഒരു സാധനം കൂടെ പഠിച്ചിട്ട് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സെഷനിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. എന്താ നോക്കി, അതായത് റെന്റിങ് ഓഫ് റൂംസ്, അതായത് റെന്റിങ് ഓഫ് റൂംസ്. നമ്മൾ ആ അമ്പലത്തിൽ ഏതെങ്കിലും റൂമുകളുണ്ട്, ആ റൂമുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ റിലീജിയസ് ആക്ടിവിറ്റീസിന് നടത്തുന്ന ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും റൂമുകൾ നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വേർ ദ ചാർജ് ആർ 1000 rupees ഓർ മോർ പെർ ഡേ. കണ്ടോ, 1000 രൂപയിൽ താഴെയാണെങ്കിൽ, അതായത് 999 രൂപ വരെയാണ് ഒരു ദിവസത്തെ റെന്റ് എങ്കിൽ എക്സംപ്റ്റഡ്. 1000 രൂപയോ അതിനേക്കാളും മുകളിലാണെങ്കിൽ ടാക്സബിൾ. ടാക്സബിൾ എന്ന് പറയുന്നത് അതിനേക്കാളും മുകളിലുള്ള എമൗണ്ട് ആണോ, ഫുൾ എമൗണ്ട് ആണോ? ഫുൾ എമൗണ്ട് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇൻകം ടാക്സിൽ പഠിക്കുന്ന ബേസിക് ഡിഡക്ഷൻ ഒന്നും അല്ല. ഇവിടെ 1000 രൂപ വരെയാണോ നോക്കുക, 1000 അതിനേക്കാളും മുകളിലാണെങ്കിൽ ടാക്സബിൾ, അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, അല്ലെങ്കിൽ ഫുള്ളി ടാക്സബിൾ. മനസ്സിലായോ? ഇനി അടുത്ത കാര്യം എന്താ നോക്കി, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കല്യാണ മണ്ഡപം ഉണ്ട്. കണ്ടോ, കല്യാണ മണ്ഡപം ഉണ്ട്, കമ്മ്യൂണൽ ഹോൾസോ കമ്മ്യൂണിറ്റി ഹോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ദിവസത്തേക്ക് 10,000 രൂപ, 10,000 rupees അങ്ങനെയാണെങ്കിൽ എക്സംപ്റ്റഡ്. 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. അടുത്ത ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിന്റെ സൈഡിൽ ഒരു മുറി കടയുണ്ട്, ആ കട മാസം തോറുമുള്ള വാടകയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാസ വാടക 10,000 രൂപയിൽ താഴെയാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, മാസ വാടക 10,000 രൂപയെക്കാളും മുകളിലാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. നന്നായിട്ട് മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ. അപ്പൊ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ റിലീജിയസ് ആക്ടിവിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. റിലീജിയസ് ആക്ടിവിറ്റി പറ്റി നമ്മൾ എന്താ പറഞ്ഞത്, റിലീജിയസ് സെറിമണികളെല്ലാം നമ്മൾ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ റൂമുകൾ കൊടുക്കുകയാണെങ്കിൽ, പെർ ഡേ റൂമുകളാണെങ്കിൽ 1000 രൂപ വരെ നമ്മൾ എക്സംപ്റ്റഡ് ആണ്. 1000 രൂപയ്ക്കുള്ള മുകളിലാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി അല്ല, കമ്മ്യൂണൽ ഹോൾ, കമ്മ്യൂണിറ്റി ഹാളുകളോ കല്യാണ മണ്ഡപമോ അങ്ങനെ എന്തെങ്കിലും ഏരിയകളോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദിവസം തോറും 10,000 രൂപ, 10,000 വരെ ആണെങ്കിൽ എക്സംപ്റ്റഡ്, 10,000 മുകളിലാണെങ്കിൽ ടാക്സബിൾ. അതുപോലെ അവിടെ ഷോപ്പുകളുണ്ട്, മാസം തോറും നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ മാസ റെന്റ് എന്ന് പറയുന്നത് 10,000 വരെ ആണെങ്കിൽ എക്സംപ്റ്റഡ്, ബാക്കിയാണെങ്കിൽ ടാക്സബിൾ. ഓക്കെ, ഇത്ര കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ഹജ്ജിന് പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ ഹജ്ജ് അതുപോലെ ഹിന്ദുക്കളുടെ, അതാണ് ഈ 3 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സർവീസ് നമ്മൾ എക്സംപ്റ്റഡ് ആണ്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയുള്ള റിലീജിയസ് ആക്ടിവിറ്റി. ബാക്കി നമുക്ക് ലീഗല് അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, ശരി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും?